അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും കൂടെ പഴവും കൂടെ ചേർത്ത് ആവിയിൽ വേവിച്ച മോദകം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3/4 ഗ്ലാസ് പുട്ടുപൊടിയും 3/4 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് 1 ഗ്ലാസ് നന്നായിട്ട് നിറച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഞരടിയെടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് ശർക്കരയും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് വിരവി കഴിയുമ്പം പഴം ചേർത്ത് കുഴച്ചെടുക്കുക. ഈ കൂട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കുഴക്കരുത്. ആവശ്യമുള്ള പഴവും തേങ്ങയും ശർക്കരയും മാത്രം വെച്ചാണ് കുഴക്കേണ്ടത്. ഇനി അഥവാ പഴം കുറവായിപ്പോയെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് മാവ് കുഴച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. ഈ കൂട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതേ കൂട്ടുകൊണ്ട് മോദകം തയ്യാറാക്കാം. അതിനായിട്ട് അച്ചുള്ളവർ ഇതുപോലെ അച്ചിലേക്ക് മാവ് നിറച്ച് കറക്റ്റ് നല്ല ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ സാധാരണ കൈ കൊണ്ട് തന്നെ മോദകം തയ്യാറാക്കുക. ഇതൊരു വഴണ ഇലയിൽ വെച്ച് ആവി കയറ്റി എടുക്കുക. നല്ല മണം കിട്ടും. ഇലയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റുകയാണെങ്കിൽ നമുക്ക് മോദകം തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇതുപോലെ പഴവും കൂടെ ചേർത്ത് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്ന മോദകം തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ഇത് കൊടുക്കുകയും ചെയ്യും.